ഹലോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ബസ് യാത്ര ചെയ്യാത്ത മനുഷ്യരായിട്ടുണ്ടാവില്ല. അതും അത്യാവശ്യം തിക്കും തിരക്കുള്ള ഒരു ബസ്സിൽ. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല തിരക്കുള്ള ബസ്സിലാണ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഇടിക്കാറുണ്ട്, തട്ടാറുണ്ട്. നമുക്കറിയാം, ഒന്ന് നീങ്ങി നിൽക്കാൻ പോലും ഗ്യാപ്പില്ലാത്ത ഒരു ബസ്സിൽ കയറുമ്പം സ്വാഭാവികമാണ് ഈ തട്ടലും മുട്ടലും ഒക്കെ സംഭവിക്കും. പ്രതീക്ഷിക്കാതെ ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ ബാക്കിൽ നിൽക്കുന്ന നമ്മൾ ചിലപ്പോൾ ഫ്രണ്ടിലെത്തുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 ദിവസം മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദീപക് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ബസ്സിൽ ഒരു കുട്ടിയെ തട്ടി മുട്ടി എന്നൊക്കെ പറഞ്ഞ് അപ്പനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ നല്ല വ്യക്തമായിട്ട് കാണാം. ഇപ്പം തന്നെ മനസ്സിലാകും അവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അത്യാവശ്യം ഒന്ന് മാറി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത നല്ല തിക്കും തിരക്കുള്ളൊരു ബസ്സിൽ ഇങ്ങനെ ആ കുട്ടിക്ക് ഫോളോവേഴ്സിന് റീച്ചും കൂട്ടാൻ വേണ്ടിയിട്ട് മോശമായിട്ട് പുള്ളിയെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അത്യാവശ്യം റീച്ചായി, പുള്ളിക്കാരി റീച്ചായി, പുള്ളിക്കാരിയുടെ അക്കൗണ്ട് റീച്ചായി. ആ കുട്ടി വിചാരിച്ചതൊക്കെ നടന്നു. പക്ഷേ ആ ചേട്ടൻ ആത്മഹത്യ ചെയ്തു. നമ്മുടെ സന്തോഷത്തിന് നമുക്ക് ഫോളോവേഴ്സ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കേണ്ടിയിരുന്നില്ല. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 2 ആംഗിളിലെടുത്ത വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ പുള്ളിക്കാരി മാക്സിമം പോയി അടുത്ത് നിൽക്കുന്നുണ്ട്, തട്ടു ചേട്ടാ, തടക്ക് ചേട്ടാ, ഞാനൊന്ന് റീച്ച് ആയിക്കോട്ടെ എന്നുള്ള ചേട്ടൻ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ പുള്ളിക്കാരി തിരിഞ്ഞ് നിന്ന് അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ ആ കുട്ടി വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പോലും ആ ചേട്ടൻ ഒന്നും ഇതാവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളി അവിടെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഞാനായാലും യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഒരുപാട് തെറ്റാണ്. ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കരച്ചിൽ അവർ കുടുംബം ഇല്ലാതാക്കിയില്ലേ. നമ്മളെ നാടിനൊരു പ്രത്യേകതയുണ്ട്. തെറ്റ് ചെയ്തില്ലെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇതിൽ ഉൾപ്പെട്ട മരണകാര്യം അത് അവരിനി മരിക്കുന്നത് വരെ അവരെ ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഭയന്ന് ആ ചേട്ടൻ ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് സ്ഥിരമായിട്ടൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാരെ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതുപോലെ റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടി വരുന്ന ഏവളുമാരെങ്കിലും ഫോണിൻ്റെ വീഡിയോസിന് ഇരയായേക്കാം നാളെ നിങ്ങളും. അതുകൊണ്ട് സൂക്ഷിക്കുക. സ്ത്രീകൾക്കാണ് നിയമം കൂടുതൽ ഇത് കൊടുക്കുന്നത് വെച്ച് അത് ഉപയോഗം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് കടുത്ത ശിക്ഷ തന്നെ കിട്ടണം. ഇനി നാളെ മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കാൻ ആർക്കും തോന്നരുത്. അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് രേഖപ്പെടുത്തൂ. ബൈ.